ഹായ് ദോസ്തോ, അബ് കൈസേ ഹേ? സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ പഠന പ്രവർത്തനങ്ങളിലെ രണ്ടാമത്തെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, ഇതാണ് ചോദ്യം. ബച്ചോ, അമൽ के അടുക്കള തോട്ടം में कई सब्जियां और जड़वाली सब्जियां हैं. തസ്വീർ देखकर ഇഷാറോ की मदद से नाम लिखी. എന്താ പറഞ്ഞത്? അമലിൻ്റെ അടുക്കള തോട്ടത്തിൽ പലതരത്തിലുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ ജഡ്വാലി സബ്സിയ അഥവാ റൂട്ട് വെജിറ്റബിൾസ്, അതല്ലാന്നുണ്ടെങ്കിൽ കിഴങ്ങ് വർഗത്തിൽപ്പെട്ടവയും ഉണ്ട്. തസ്വീർ ദേക്കർ ഇഷാറോ കി മദദ് സേ നാം ലിഖി. ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ തസ്വീറുകൾ നോക്കിയിട്ട് ഇവിടെ തന്നിരിക്കുന്ന ഇഷാറയുടെ മദദിൽ സഹായത്താൽ അവയുടെ പേരെഴുതുക അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതൊന്ന് വായിക്കാം. പാലക്, ബണ്ടി, പിണ്ടാലു, കടിപത്ത, ബേങ്കൻ, ജമീൻ കന്ത്, കദ്ദു, അദ്റക്ക്, അർവി, ആലു. അപ്പോൾ പാലക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ചീരയാണ്. അതേപോലെ ബണ്ടി എന്താ, വെണ്ടയ്ക്കയാണ്. പിണ്ടാലു എന്ന് പറഞ്ഞാൽ കപ്പ. കടിപത്ത നമ്മുടെ കറി ലീവ്സ്. ബേങ്കൻ എന്ന് പറഞ്ഞാൽ വഴുതന. ജമീൻ കന്ത് ചേന. കദ്ദു മത്തൻ. അദ്രക്ക് ഇഞ്ചി. അർവി ചേമ്പ്. ആലു ഉരുളക്കിഴങ്ങ്. ഇത്രയാണ്. അപ്പോൾ ഇത് നമുക്ക് വേഗം ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ചിത്രങ്ങൾക്ക് താഴെ അതിനനുയോജ്യമായ പേരുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വർക്ക് ഇവിടെ കഴിഞ്ഞു. നമ്മുടെ അടുത്ത ചോദ്യം നോക്കൂ. ബച്ചോ, സബ്സിയാം ഔർ ജഡ്വാലി സബ്സിയാം അലഗ് അലഗ് കർനെ മേ അമൽ കി മദദ് കരേ. എന്താ ചെയ്യേണ്ടത്? അതെ, പച്ചക്കറികളെയും അതുപോലെ തന്നെ റൂട്ട് വെജിറ്റബിൾസിനെ അഥവാ കിഴങ്ങ് വർഗത്തിൽപ്പെട്ട പച്ചക്കറികളെയും നമ്മൾ എന്ത് ചെയ്യണം? ഈ അലഗ് ഹാനോമേ അല്ലേ, നമ്മളെ വ്യത്യസ്ത കോളത്തിലേക്കാക്കാനായിട്ട് അമലിനെ സഹായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുകളിലത്തെ ചിത്രങ്ങളിൽ സബ്സിയാം ഏതാണ്, ജഡ്വാലി സബ്സിയാം ഏതാണ് എന്ന് നമുക്കറിയാമല്ലോ. ഏതൊക്കെയാണ്? നമുക്ക് വേഗം ഒന്ന് എഴുതി നോക്കാം അല്ലേ, അല്ലെങ്കിൽ ആദ്യം ഒന്ന് പറഞ്ഞു നോക്കാം, അതിന് ശേഷം എഴുതാം. ഇത് നോക്കൂ, ഇതിൽ കദ്ദു എന്ന് പറയുന്നത് ഏതിലാണെന്ന് വരിക? സബ്സിയാമിലാണ് കദ്ദു വരുന്നത്. പാലക്കും അതുപോലെ തന്നെ സബ്സിയാണ്. അർവി ഏതിലാണ് വരിക? അർവി വരുന്നത് ജഡ്വാലി സബ്സിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സീന് എന്നും ജീമ് എന്നും മാർക്ക് ചെയ്യാം കേട്ടോ. സബ്സിയിൽ വരുന്നതിൽ ഇവിടെ സി എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളത് ജീം എന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ കോളത്തിൽ അതിനനുസരിച്ച് എഴുതിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതേതാ? അർവി ജഡ്വാലിയാണ്. അതേപോലെ തന്നെ ബേങ്കൻ എന്താ? ബേങ്കനും സബ്സിയിൽ പെട്ടു. മണ്ണിന് അടിയിലുള്ളതാണ് ജഡ്വാലി സബ്സിയ. ഓക്കെ, മണ്ണിന് മുകളിലുള്ളവയാണ് മിട്ടിക്കെ ബാഹറും മിട്ടിക്കെ അന്തറും. മിട്ടിക്കെ അന്തർ ഉഗ്നെ വാല ഹേ ജഡ്വാലി സബ്സിയ. മിട്ടിക്കെ ബാഹർ ഉഗ്നെ വാലെ, ഇതിന് നമ്മൾ സബ്സിയാം എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. കടിപത്ത സീന് അല്ലേ, എന്നുവെച്ചാൽ സബ്സിയാമിൽ പെട്ടു. ജമീൻ കന്ത് മിട്ടിക്ക് അന്തറാണ്, അപ്പം അത് ജഡ്വാലിയാണ്. അതുപോലെ തന്നെ ബണ്ടി വെണ്ടയ്ക്കയാണ്, വെണ്ടയ്ക്ക സീന് അല്ലേ, സബ്സിയാമിൽ പെട്ടു. അദ്രക്ക് ജഡ്വാലി. അതേപോലെ തന്നെ ആലു ജഡ്വാലിയാണ്. അതേപോലെ പിണ്ടാലു അതും ജഡ്വാലിയാണ്. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ വ്യത്യസ്തമായിട്ട് 2 കോളത്തിലേക്ക് തരംതിരിച്ച് എഴുതുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ അത് ചെയ്യാൻ കഴിയും. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് നോക്കൂ. അപ്നി പസന്ദീദ സബ്സി കെ ബാരേ മേ ചന്ദ് ജുംലേ ലിഖേ. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറിയെക്കുറിച്ച് ജുംല തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വാചകങ്ങൾ നിർമ്മിക്കണം. അപ്പം നമുക്ക് 1-2 പച്ചക്കറികളെക്കുറിച്ചുള്ള ജുംല ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പം നമുക്ക് അതിലൂടെ തന്നെ ഏത് പച്ചക്കറിയെക്കുറിച്ച് തയ്യാറാക്കാൻ കഴിഞ്ഞാലും എളുപ്പത്തിൽ കിട്ടാനുള്ള മാർഗവും കൂടെ പറഞ്ഞു തരാം. ഞാൻ ഇഷ്ടപ്പെട്ട പച്ചക്കറിയായിട്ട് ബണ്ടിയെക്കുറിച്ചാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ബണ്ടിയെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ എഴുതാം എന്ന് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം ഞാനിതവിടെ ബണ്ടി എന്ന് എഴുതി ഒന്ന് പദസൂര്യൻ വരച്ച് നോക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു 4 വാക്കുകൾ എഴുതിയിട്ട് അതിനുശേഷം നമുക്ക് വാചകങ്ങൾ നിർമ്മിക്കാം. അപ്പോൾ ബണ്ടിയുടെ നിറം എന്താണ്? ബണ്ടിയുടെ നിറം ഹരയാണ് അല്ലേ. അതേപോലെ ബണ്ടി മസേദാറല്ലേ, രുചികരമാണല്ലോ, രുചികരമാണ്. പിന്നെ ബണ്ടി എവിടെയാണുള്ളത്? മിട്ടിക്ക് അന്തറാണോ മിട്ടിക്ക് ബാഹറാണോ?
മിട്ടി കെ ബാഹറാണ് അല്ലേ. പിന്നെ അതേപോലെ തന്നെ ബണ്ടി നല്ല ടേസ്റ്റ് ഉള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അതുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്, കറികൾ സാലനൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ബണ്ടിയെക്കുറിച്ച് ജുംല തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇവിടെ ബണ്ടിയുടെ ചിത്രം ഉണ്ടെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വാചകങ്ങൾ നിർമ്മിക്കാം? ഈ ബണ്ടി ഹേ അല്ലേ, ഈ ബണ്ടി ഹേ, പിന്നെ ബണ്ടി മസേദാർ ഹേ, ബണ്ടി मिट्टी के बाहर अല്ലേ, बंडी मिट्टी के बाहर उगने वाली तरकारी है. പിന്നെ അതേപോലെ തന്നെ ബണ്ടി സേ അല്ലെങ്കിൽ ഇസ്സേ, എല്ലാവരുടെയും ബണ്ടി എന്ന് ആവർത്തിക്കണം എന്നില്ല. നമുക്കിവിടെ എന്ത് എഴുതാം? ഇസ്സേ സാലൻ ബൻതാ ഹേ, അതുകൊണ്ട് കറി ഉണ്ടാക്കുന്നു. സാലൻ ബൻതാ ഹെ. അപ്പോൾ ഇത്രയും മതി നമുക്ക്. അല്ലെങ്കിൽ ബണ്ടി മേര പസന്ദീദ അല്ലേ, അതും എഴുതാം. ബണ്ടി മേര പസന്ദീദ തർക്കാരി ഹേ, എൻ്റെ ഇഷ്ടപ്പെട്ട പച്ചക്കറിയാണ് ബണ്ടി. ഇങ്ങനെയും നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു പച്ചക്കറിയെക്കുറിച്ച്, കദ്ദൂവിനെ കുറിച്ചാണ് എഴുതുന്നത് വിചാരിക്കൂ. ഇതുപോലെ നമുക്ക് ഈ വാക്കുകൾ വെച്ച് തന്നെ നമുക്ക് കദ്ദൂവിനെ കുറിച്ചും എഴുതാൻ കഴിയും. അപ്പോൾ നോക്കൂ, എന്ത് ചെയ്താൽ മതി? യേ ബണ്ടി ഹേ അല്ലേ, അതിന് പകരം എന്ത് ചെയ്യാം? യേ കദ്ദു ഹേ. ആ ബണ്ടിക്ക് പകരം നമ്മൾ എന്ത് എഴുതുന്നു? കദ്ദു എന്ന് എഴുതിയാൽ മതി. ഈ കദ്ദു ഹേ, കദ്ദു മസേദാർ തന്നെയാണല്ലോ അല്ലേ, ആണ്. അപ്പോൾ ആ പേര് മാറ്റിക്കഴിഞ്ഞാൽ കദ്ദു മസേദാർ ഹേ എന്നാക്കാം. ഇനിയിപ്പോൾ കദ്ദുവും അതുപോലെ തന്നെ എന്താ, ബാഹർ ഉഗ്നെ വാലിയാണ് അല്ലേ, മിട്ടിക്ക്. അതേപോലെ നമുക്ക് എന്തെഴുതാം? ഇവിടെ പേര് മാറ്റി വീണ്ടും കദ്ദു മിട്ടി കെ ബാഹർ ഉഗ്നെ വാലി തർക്കാരി ഹേ എന്നാക്കാം. ഇസസേ സാലൻ ബൻതാ ഹേ, അതിപ്പോൾ കദ്ദുവിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സാലൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ആ സെൻറ്റൻസ് അതുപോലെ തന്നെ നമുക്ക് എഴുതാൻ കഴിയും. ബണ്ടി മേര പസന്ദീദ തർക്കാരി ഹേ, അതിന് പകരം എന്ത് ചെയ്യാം? കദ്ദു മേര പസന്ദീദ തർക്കാരി ഹേ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ കുറച്ച് വാക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇഷ്ടപ്പെട്ട ഏത് പച്ചക്കറിയെക്കുറിച്ചും എഴുതാൻ കഴിയും. നിങ്ങൾ ഈ വാക്കുകളൊക്കെ വൃത്തിയായി പഠിക്കണം. ഓക്കെ, നമ്മുടെ അടുത്ത പ്രവർത്തനം നോക്കൂ. അടുത്ത പ്രവർത്തനം ഇതാണ്. ബച്ചോ അമൽ കി ബാഗ് മേ കുച്ച് ഫൽ ഭി ഹേ, അമലിൻ്റെ തോട്ടത്തിൽ കുറച്ച് പഴങ്ങൾ കൂടെയുണ്ട്. ഉൻകി തസ്വീർ ദേക്കേ ഓർ ജുംലെ ലിഖേ, അവയുടെ ചിത്രം നോക്കിയിട്ട് നമ്മൾ എന്ത് കൂടെ തയ്യാറാക്കണം? ജുംല തയ്യാറാക്കണം. അപ്പോൾ ഏതൊക്കെ പൽ ആണ് ഉള്ളത്, ഏതൊക്കെ പഴങ്ങളാണ് ഉള്ളത് നോക്കൂ. അനന്നാസ് ഉണ്ട്, അതാ ഇവിടെ താഴെ 2 കൊടുത്തിട്ടുണ്ട്. ആം, അതേപോലെ കട്ടൽ അല്ലേ, നമുക്കറിയാലോ ആം, അതുപോലെ തന്നെ കട്ടൽ ആണ് അല്ലേ. ഇനി നമ്മൾ ഇവയെക്കുറിച്ച് ജുംല തയ്യാറാക്കണം. അതിനുള്ള മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അനന്നാസിനെ കുറിച്ച് ഇവിടെ വാചകങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ ഇവയെക്കുറിച്ചും തയ്യാറാക്കണം. നോക്കൂ, ഈ അനന്നാസ് ഹേ, ഇത് അനന്നാസ് ആണ്. അതേപോലെ എക് മീഠാ പൽ ഹേ, ഇത് നല്ല മധുരമുള്ള പഴമാണ്. ഈ മസേദാർ ഓർ ഖുഷ്ബുദാർ പൽ ഹേ, നല്ല രുചിയുള്ളതും അതുപോലെ തന്നെ മണമുള്ളതുമായിട്ടുള്ള പഴമാണ്. പക്കനെ സേ ഉസ്കാ രംഗ് പീല ഹോത്താ ഹേ, പാകാവുന്ന സമയത്ത്, പഴുക്കുന്ന സമയത്ത് എന്താവുന്നത്? ഇതിൻ്റെ നിറം പീലയായി മാറുന്നു. ഇസസേ ഷർബത്ത് ജാം അച്ചാർ വഈറ ബനാത്തേ ഹേ, ഇതുകൊണ്ട് നമ്മൾ ഷർബത്തും ജാമും അച്ചാറും ഒക്കെ ഉണ്ടാക്കാറുണ്ട്, തുടങ്ങിയവയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ആമിനെ കുറിച്ച് എഴുതാൻ പറ്റില്ലേ? ഈ ആം ഹേ അല്ലേ, ഇതെന്താ? ഇത് ആമാണ്. അതേപോലെ തന്നെ വേറെ എന്താ എഴുതാൻ കഴിയും? വേറെ ഇത് കട്ടലാണെന്ന് എഴുതാൻ പറ്റും. ഇത് ആമാണ് അല്ലേ, ഇത് ആമാണ് നമുക്കറിയാം. ഇതെന്താ? ഇത് കട്ടലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തൊക്കെ വാചകങ്ങൾ നിർമ്മിക്കാൻ പറ്റുന്നത് നമുക്കൊന്ന് വേഗം നോക്കിയാലോ. നമ്മളിവിടെ ആമിനെക്കുറിച്ചും അതേപോലെ തന്നെ കട്ടലിനെ കുറിച്ചുമൊക്കെ പദസൂര്യനും അതേപോലെ തന്നെ അത് വെച്ചുള്ള ജുംലയും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് വേഗം വായിച്ചു നോക്കാം കേട്ടോ. നോക്കൂ, ആമിനെ കുറിച്ച് ആം നമുക്കറിയാം മീഠ മധുരമുള്ളതാണ്, മസേദാറാണ് രുചികരമാണ്, അതുപോലെ തന്നെ നമ്മുടെ കൗമി ഫൽ അല്ലേ, നമ്മുടെ ഇന്ത്യയുടെ ഫ്രൂട്ട് നാഷണൽ ഫ്രൂട്ടാണ് ഏത്?
നമ്മുടെ മാങ്ങ. അതേപോലെ തന്നെ ഖുഷ്ബുദാറാണ്, അതുപോലെ പീലയാവും അല്ലേ, പാകമാവുന്ന സമയത്ത് മഞ്ഞ കളറാവുന്നുണ്ട്. ഷർബത്തും അച്ചാറും അതുപോലെ തന്നെ സാലനും കറിയിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇടാറുണ്ട് അല്ലേ. പച്ചയാവുന്ന സമയത്തും പഴുക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ കറിയൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ എല്ലാ സെൻറ്റൻസും തയ്യാറാക്കിയിട്ടില്ല, ഒരു 3 എണ്ണമേ തയ്യാറാക്കിയിട്ടുള്ളൂ. ബാക്കി നമുക്ക് അനന്നാസിൻ്റെ മോഡൽ നോക്കിയിട്ട് തയ്യാറാക്കാനാവുന്നതേ ഉള്ളൂ കേട്ടോ. നോക്കൂ, ഈ ആം ഹേ, ഇത് ആമാണ്. ആം ബഹുത്ത് മസേദാർ ഹേ. ആം ഹമാര കൗമി പൽ ഹേ. ഇവിടെ ആം ആം എന്ന് റിപ്പീറ്റ് ചെയ്യണം നിർബന്ധമില്ല കേട്ടോ. ഈ ബഹുത്ത് മസേദാർ ഹേ എന്ന് എഴുതാം, ഈ ഹമാര കൗമി പൽ ഹേ എന്ന് എഴുതാം, അങ്ങനെ എഴുതാം കേട്ടോ. ഇനി ബാക്കി നമുക്ക് വീണ്ടും കൂട്ടിച്ചേർക്കാൻ പറ്റും. നോക്കൂ, ഇസ്സേ ഷർബത്ത്, അച്ചാർ, സാലൻ, ബൻതേ ഹേ, നമ്മളവിടെ അനന്നാസിൽ കണ്ടില്ലേ. അതേപോലെ തന്നെ പക്ക ഹോനേസെ ആം കാ രംഗ് പീലാ ഹോത്തേ ഹേ, അതൊക്കെ നമുക്ക് അതുപോലെ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ നമ്മൾ കടലിനെ കുറിച്ചും തയ്യാറാക്കിയിട്ടുണ്ട്. കടലിലെ വ്യത്യാസം എന്താ? കടൽ നമ്മുടെ റിയാസത്തി ഫൽ അല്ലേ, നമ്മുടെ സംസ്ഥാന ഫലമാണ് നമ്മുടെ ചക്ക. അത് നമുക്ക് ഇത് എഴുതിയിട്ടുണ്ട് ഇവിടെ. കടൽ ഹമാര റിയാസത്തി പൽ ഹേ. പിന്നെ യെ സിഹത്ത് കെ ലിയെ അച്ചാ ഹേ, ഇത് ആരോഗ്യം അല്ലേ, ആരോഗ്യത്തിന് നല്ലതാണ്, ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ അല്ലേ. അതേപോലെ തന്നെ ഇതുകൊണ്ട് നമ്മൾ ജാം ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഷർബത്ത് ഉണ്ടാക്കുന്നതൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഇതുകൊണ്ട് ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ട്, ഒരുപാട് പക്വാൻ നമ്മൾ അല്ലേ ഉണ്ടാക്കാറില്ലേ. അപ്പോൾ അത് ആ ജുംലയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇസ്സേ കൈ പക്വാൻ ബൻതേ ഹേ. അപ്പോൾ ബാക്കിയുള്ള സെൻറ്റൻസുകൾ നമുക്ക് അനന്നാസും കൂടെ നോക്കിയിട്ട് അതിലെ പോലെ എഴുതാവുന്നതേ ഉള്ളൂ. അടുത്ത ചോദ്യം, ബച്ചോ ചീസോം കോ മുനാസിബ് സായിക്കെ സെ ജോഡേം ഓർ ജുംലെ ബനായേം എന്നാണ് കേട്ടോ. എന്താ ഇതിൽ ചെയ്യേണ്ടത്? സായിക്ക എന്ന് പറഞ്ഞാൽ ടേസ്റ്റ്. ഓരോന്നിനും ഓരോരോ ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ ആ ടേസ്റ്റ് ഏതാണെന്ന് യോജിപ്പിച്ച് എഴുതിയിട്ട് ജുംല തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇമലിയാണ്, ഇമലീൻ്റെ ടേസ്റ്റ് കട്ടിയാണ് അല്ലേ, അപ്പോൾ എന്ന് വെച്ചാൽ പുളിപ്പാണ്. അപ്പോൾ ഇമലി കട്ടി ഹോത്തി ഹേ. അടുത്തത് മിർച്ചാണ്. മിർച്ചിൻ്റെ ടേസ്റ്റ് എന്താ? മിർച്ചിൻ്റെ ടേസ്റ്റ് എരിവാണ്. എരിവിനെ നമ്മൾ പറയുക തേസ് എന്നാണ്. അതുപോലെ ഹൽവയുടെ ടേസ്റ്റ് നമുക്കറിയാലോ, ഹൽവ മധുരമുള്ളതാണ്, ഹൽവ മീട്ട. നമക്കാണ്, ഉപ്പ് രസമാണ് അതിനുണ്ടാവുക അല്ലേ, നംകീൻ. അതുപോലെ കരയിലേക്ക് കഡ്വ കേട്ടോ. അപ്പോൾ ഇതും കൊണ്ട് എങ്ങനെ ജുംല തയ്യാറാക്കാൻ കഴിയും? മിർച്ച് അല്ലേ, മിർച്ച് എന്താണ്? തേസ് ഹോത്തി ഹേ, തേസ് ഹോത്താ ഹേ. അതേപോലെ ഹൽവയാണ്, ഹൽവ എന്താ? മീട്ടാ ഹോത്താ ഹേ. അടുത്തത് അതുപോലെ നമക്കിനെ വെച്ച് നംകിൻ അല്ലേ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ തയ്യാറാക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് പഹേലിയാം ബൂജിയം എന്നാണ്. പഹേലിയാം കടങ്കഥകൾ. ഇവിടെ കടങ്കഥകൾ കൊടുത്തിട്ടുണ്ട്. ആ കടങ്കഥയുടെ ഉത്തരം നമ്മൾ ഇവിടെ എഴുതണം. അപ്പോൾ ഒന്ന് വായിക്കാം. ഇവിടെ 2 ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇതിലെ ഉത്തരം. ഏതാണെന്ന് 2 കോളത്തിലായി എഴുതണം. നോക്കൂ, രംഗ് ഹെ മേരാ ലാൽ ലാൽ, രൂപ ഹെ മേരാ ഗോൾ ഗോൾ, മുജ്സെ ബൻതാ ഹെ സാലൻ, ബോലോ ബോലോ കോൻ ഹുമ്മി. കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. എൻ്റെ നിറമാണ് ചുവപ്പ് അല്ലേ, എൻ്റെ നിറം ചുമപ്പാണ്, എൻ്റെ ആകൃതി എന്താ? ഗോളം അല്ലേ, വട്ടത്തിലാണ്. അതുപോലെ തന്നെ എന്നെ കൊണ്ട് കറി ഉണ്ടാക്കുന്നുണ്ട്. ബോലോ ബോലോ കോൻ ഹുമ്മി, ഞാൻ ആരാണ്? ടമാറ്ററാണ്. എല്ലാവർക്കും അറിയാം ടമാറ്റർ. അടുത്തത് ചാക്കു മുജ്പേ ചലാവോ തും, ആൻസു ബി ഖുദ് ബഹാവോ തും, മുജ്സെ ബൻതാ ഹേ സാലൻ, ബോലോ ബോലോ കോൻ ഹുമ്മി. ഇതെന്താ? എന്നിൽ കത്തി വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യും? സ്വയം കണ്ണീരൊഴുക്കും എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പം തന്നെ നമുക്കറിയാം അതാരാണ്? നമ്മുടെ ഉള്ളിയാണ് അല്ലേ. അടുത്തത് എന്താ വരി? മുജ്സെ ബൻതാ ഹേ സാലൻ, ബോലോ ബോലോ കോൻ ഹുമ്മി. എന്നെ കൊണ്ട് സാലനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ ആരാണ്? പ്യാസ്. എന്താണ്? പ്യാസ്, ഉള്ളി. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ. ഇനി ദീഗർ സർഗർമിയാം കൊടുത്തിട്ടുണ്ട്, തുടർ പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ആപ്കെ അടുക്കളത്തോട്ടമേ ഉഗായേ ഹുയി ഫൽ ഔർ തർക്കാരിയോ സെ ഖാന ബനായേ ഓർ സ്കൂൾ മേ ഫുഡ് ഫെസ്റ്റ് മുൻ അക്കിബ് കരെ. എന്ത് ചെയ്യണം? നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിൽ നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടാവുമല്ലോ, പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ, അവ വെച്ച് നമ്മൾ എന്ത് ചെയ്യാം? അത് വെച്ച് ഖാന ഉണ്ടാക്കി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം സ്കൂളിലൊരു ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കാനാണ് പറയുന്നത്.
അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലുണ്ടായ പച്ചക്കറി വെച്ചോ അല്ലെങ്കിൽ പഴം വെച്ചോ ഒക്കെ ഉണ്ടാക്കിയ ഭക്ഷണവും കൊണ്ട് സ്കൂളിലേക്കൊക്കെ പോവുക, ഫുഡ് ഫെസ്റ്റൊക്കെ നടത്തുക. നല്ലപോലെ എല്ലാവരും രുചികരമായ വിഭവങ്ങളൊക്കെ ആസ്വദിക്കുക. ഓക്കെ. പിന്നെ അടുത്തത് എന്താ? ബച്ചോ പൽ ഔർ തർക്കാരിയോ ഒക്കെ ആൽബം തയ്യാർ കരി. പിന്നെ എന്ത് ചെയ്യണം? പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആൽബം കൂടെ തയ്യാറാക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ. ഇനി അടുത്ത പാഠഭാഗത്ത് കാണാം വീണ്ടും. ഹുദാ ഹാഫിസ്.